നമസ്കാരം സുഹൃത്തുക്കളെ. 2 വർഷം മുൻപ് ഞാൻ കുറച്ച് വീഡിയോസുകൾ ഇട്ടിരുന്നു മസ്താനി സവാദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് തൃശ്ശൂർ KSRTC ബസ്സിൽ അനുഭവപ്പെട്ട ഒരു അനുഭവസ്ഥ വന്നുകൊണ്ട്, മസ്താനി വന്നുകൊണ്ട് വീഡിയോക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, അതിനെ അവൾ പറയുന്നതിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അന്ന് ഇവന്റെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും, സവാദിന്റെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്താണ്, ആ നാട്ടിലുള്ള ആളുകളോടാണ് അന്വേഷിക്കുക. ഇവൻ എങ്ങനത്തെ ആളാണ്, ഇവന് മുൻപ് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആ നാട്ടിലെ ആളുകളോട് അന്വേഷിക്കും. അങ്ങനെ ആ നാട്ടിലെ ആളുകളോട് അന്വേഷിച്ചപ്പോൾ വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ആ നാട്ടിലെ ആളുകൾ അന്ന് പറഞ്ഞിരുന്നത്. അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയായിരുന്നു ആളുകൾ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ആ നാട്ടിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവന് തെറ്റ് പറ്റിയതാണ്, അവന് അത് സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിഷയത്തിൽ എനിക്കും ആ നാട്ടിലെ നാട്ടുകാർക്കും തെറ്റ് പറ്റിയെന്ന് ഇന്നലത്തെ ന്യൂസോട് കൂടിയിട്ട് നമുക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മസ്താനിയോക്കെതിരെ ചെയ്ത വീഡിയോകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മസ്താനിയും തന്നെ മസ്താനിയുടെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഓക്കെ സർ, തിരിച്ചറിഞ്ഞല്ലോ, നിങ്ങൾ ഒരു മാപ്പ് കൂടെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മസ്താനിയോട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, മനുഷ്യനാണ്, മനുഷ്യർക്ക് തെറ്റുപറ്റും, അത് തിരുത്തേണ്ടതും മനുഷ്യന്മാർ തന്നെയാണ്, അല്ലാതെ മറ്റാരല്ല. അപ്പൊ അതുപോലെ എനിക്കും ഒരു തെറ്റ് പറ്റി, അത് ഞാൻ ഇവിടെ ഈ നിമിഷം തിരുത്തുന്നു. ഇവനെ സപ്പോർട്ട് ചെയ്തതിൽ, സവാദിനെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പല ആളുകളും ഇത് ക്രിയേറ്റഡ് ആണോ, ഓള് വീണ്ടും ട്രാപ്പിൽ പെടുത്തിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഇത് ട്രാപ്പും അല്ല, ഒരു കോപ്പും അല്ല. അവന്റെ സ്വഭാവം അവന് ഇങ്ങനെ ഒരു അസുഖമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന് ഇങ്ങനെ ഒരു അസുഖമാണ്. ഇതിന് നല്ല മരുന്ന് എന്താണ് അറിയോ, നാട്ടുകാരുടെ കയ്യിൽ നിന്നും നമ്മളുടെ പോലീസുകാരുടെ കയ്യിൽ നിന്നും പള്ള നിറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുമ്പോ തീരും അവന്റെ അസുഖവും അവന്റെ പ്രശ്നവും. അല്ലാതെ ഇതൊരു ക്രിയേറ്റഡോ ട്രാപ്പിൽ പെടുത്തിയതോ ഒന്നുമല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി മസ്താനി, നിന്നോട് ചെയ്ത വിഷയങ്ങളിൽ, നിനക്കെതിരെ ചെയ്ത വീഡിയോകളിൽ ഞാൻ നിന്നോട് ഖേദം പ്രകടിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോകളിലൂടെ മറ്റു വിഷയങ്ങളുമായിട്ട്. ഓക്കെ, ബൈ.